Hi everyone, welcome back to our channel Aspiram Education. This is Dr. Fauziya Ahmad. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജിനെ പറ്റിയിട്ടാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം, നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിനെ പറ്റിയിട്ടും അതിൻ്റെ സീറ്റുകളെ പറ്റിയിട്ടും എത്ര എണ്ണം ഉണ്ട് അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിലെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഇതാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലാസ്റ്റ് ഇയർ LBS കണക്ക് പ്രകാരം, അതായത് 2025-2026 അപ്രൂവ്ഡ് ലിസ്റ്റ് പ്രകാരം കേരളത്തിലെ പ്രൈവറ്റ് നഴ്സിംഗ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 123 ഈ 123 കോളേജുകളും നമ്മുടെ കേരളത്തിലെ തന്നെ 14 ജില്ലകളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് കിടക്കുന്നത്. ഓരോ ജില്ലകളും ഇത്ര കോളേജസും ഇത്ര സീറ്റുകളും വെച്ചിട്ട്. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ജില്ലകളിലും എത്ര സീറ്റുകളാണ് ടോട്ടലി ഉള്ളത്, അത് എത്ര മെറിറ്റ് സീറ്റ്, എത്ര മാനേജ്മെൻറ്റ് സീറ്റ്, അങ്ങനെ ടോട്ടലി എത്ര സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ട്രിവാൻഡ്രം നോക്കാം. ട്രിവാൻഡ്രത്ത് ടോട്ടലി 13 കോളേജുകളാണുള്ളത്. ഈ 13 കോളേജുകളിലായിട്ട് 992, അതായത് 992 ടോട്ടൽ സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒരു 495 സീറ്റുകൾ മെറിറ്റ് സീറ്റും 497 സീറ്റ് മാനേജ്മെന്റ് സീറ്റുമാണ്. ഇത് ഈ 13 കോളേജുകളിലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിവാൻഡ്രത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കൊല്ലം ജില്ലേനെ പറ്റിയിട്ടാണ്. കൊല്ലം ജില്ലയിൽ ടോട്ടലി വരുന്നത് 11 കോളേജുകളാണ്, അതായത് 11 സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജുകളാണ്. അതിൽ തന്നെ ടോട്ടലി 645 ടോട്ടൽ സീറ്റുകളാണ് വരുന്നത്. ഇതിൽ തന്നെ 323 മെറിറ്റ് സീറ്റുകളും 322 മാനേജ്മെന്റ് സീറ്റുകളുമാണ് വരുന്നത്. അടുത്തത് എൻ്റെ സ്വന്തം നാടായിട്ടുള്ള പത്തനംതിട്ടയാണ്. അവിടെ ടോട്ടലി 11 കോളേജ്, കൊല്ലം പോലെ തന്നെ 11 കോളേജാണ് അവിടെയും വരുന്നത്. ടോട്ടൽ സീറ്റ് വരുന്നത് 594 സീറ്റുകളാണ് വരുന്നത്. അതിൽ തന്നെ 298 മെറിറ്റ് സീറ്റും 297 മാനേജ്മെന്റ് സീറ്റുമാണ്. ഈ മെറിറ്റ് സീറ്റ് മാനേജ്മെന്റ് സീറ്റിന്റെ എണ്ണങ്ങൾ വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ മിക്ക ജില്ലകളിലും കാണുന്നുള്ളൂ. അല്ലാണ്ട് ഒരു എൻറ്റയർലി ഒരു ഡിഫറെന്റ് വ്യത്യാസങ്ങളൊന്നും ഒരു ജില്ലയിലും ഇല്ല. അടുത്തത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ കോളേജിന്റെ എണ്ണം കുറച്ച് കുറവാണ്. 4 കോളേജുകൾ മാത്രമാണ് ടോട്ടലി ഉള്ളത്. അതിൽ തന്നെ ടോട്ടലി 210 സീറ്റുകളാണ് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ തന്നെ മെറിറ്റ് ആൻഡ് മാനേജ്മെന്റ് 105 ഈച്ച്, അതായത് 105 സീറ്റ് ഈച്ച് വെച്ചിട്ടാണ് മെറിറ്റിലും മാനേജ്മെന്റിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയമാണ്. കോട്ടയത്ത് 12 കോളേജുകളാണ് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ 694 സീറ്റുകളാണ് ഈ 12 കോളേജുകളുമായിട്ടുള്ളത്. ഇതിൽ തന്നെ ഈക്വലി ഡിവൈഡഡ് ആണ്. മെറിറ്റ് സീറ്റ് 347, അതുപോലെ തന്നെ മാനേജ്മെന്റ് സീറ്റ് 347 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് വരുന്നത് ഇടുക്കിയാണ്. ഇടുക്കിയിലും കോളേജിന്റെ എണ്ണം കുറച്ച് കുറവാണ്. ടോട്ടലി 4 കോളേജുകളാണ് വരുന്നത്. അതിൽ തന്നെ ടോട്ടലി 150 സീറ്റുകളാണ്. മെറിറ്റ് ആൻഡ് മാനേജ്മെന്റ് 75 ഈച്ച് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടലി 150 സീറ്റുകളാണ്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നഴ്സിംഗ് കോളേജുകളും നഴ്സിംഗ് സീറ്റുകളും അവൈലബിൾ ആയിട്ടുള്ള ജില്ലയാണ്. അത് മറ്റൊന്നുമല്ല, മധ്യ കേരളത്തിൽ കിടക്കുന്ന എറണാകുളം ജില്ലയാണ്. ഇവിടെ 18 കോളേജുകളിലായിട്ട് 1135 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മെറിറ്റ് സീറ്റ് 568 എണ്ണവും മാനേജ്മെന്റ് സീറ്റ് 567 എണ്ണവുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് തൃശ്ശൂരാണ്, പൂരങ്ങളുടെ നാട്. പൂരങ്ങളുടെ നാട്ടിൽ ഏകദേശം 9 കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 581 സീറ്റാണ് ടോട്ടലി അവൈലബിൾ. ഇതിൽ തന്നെ 291 മെറിറ്റ് സീറ്റും 290 മാനേജ്മെന്റ് സീറ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് പാലക്കാടാണ്. പാലക്കാട് ടോട്ടലി 8 കോളേജുകൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ 450 സീറ്റുകളാണ് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത്. 250 മെറിറ്റ് സീറ്റും 200 മാനേജ്മെന്റ് സീറ്റുമാണ്. ഈ ഒരു ജില്ലയിലാണ് മെറിറ്റ് സീറ്റും മാനേജ്മെന്റ് സീറ്റും ഒരു വലിയൊരു ഡിഫറൻസ്, ഒരു 50 സീറ്റ്സിന്റെ ഡിഫറൻസ് കാണിച്ചിട്ടുള്ളത്. അടുത്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ ആക്ച്വലി പോപ്പുലേഷൻ കുറച്ച് കൂടുതലാണെങ്കിലും കോളേജുകളുടെ എണ്ണം ആക്ച്വലി കുറച്ച് കുറവാണ്. ടോട്ടലി 8 കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ സീറ്റുകൾ ഏകദേശം 540 സീറ്റുകളും അതിൽ തന്നെ മെറിറ്റ് ആൻഡ് മാനേജ്മെന്റ് 270 സീറ്റുകളാണ് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കോഴിക്കോടാണ് വരുന്നത്. കോഴിക്കോട് ടോട്ടലി 10 കോളേജുകളിലായിട്ട് 704 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ മെറിറ്റ് സീറ്റ് 353, മാനേജ്മെന്റ് സീറ്റ് 351 സീറ്റുകളുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് വരുന്നത് വയനാടാണ്. വയനാട് കോളേജുകളുടെ എണ്ണവും സീറ്റും കുറച്ച് കുറവാണ്. വയനാട് പഠിക്കാൻ ഭയങ്കര രസമായിരിക്കും, കാരണം അത്രയും നല്ല ക്ലൈമറ്റ് ഉള്ള മൂപ്പൻസ് കോളേജൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ റീൽസിലൊക്കെ, അവിടെയൊക്കെയുള്ള കോളേജുകളാണുള്ളത്. ടോട്ടലി 175 സീറ്റുകളാണുള്ളത്. അതിൽ തന്നെ 87 മെറിറ്റ് സീറ്റും 88 മാനേജ്മെന്റ് സീറ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
അടുത്തത് കണ്ണൂരാണ്. കണ്ണൂർ ടോട്ടലി 10 കോളേജുകളിലായിട്ട് 550 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 275 275 മെറിറ്റ് സീറ്റ് ആൻഡ് 275 മാനേജ്മെന്റ് സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് കാസർഗോഡാണ്. കാസർഗോഡാണ് ഏറ്റവും കുറവ് കോളേജുകളുള്ളത്. ആകെ 2 കോളേജുകളിലായിട്ട് 100 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ. 2 കോളേജുകളായിട്ട് 50-50 വീതമാണ് മെറിറ്റ് സീറ്റും മാനേജ്മെന്റ് സീറ്റും ഉള്ളത്. അങ്ങനെയാണ് ടോട്ടലി 100 സീറ്റ് വരുന്നത്. ഇതാണ് കേരളത്തിലെ ടോട്ടൽ 14 ജില്ലകളിലുമായിട്ടുള്ള ഓരോ ജില്ലകളിലും ഇത്ര സീറ്റുകൾ വീതമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കേരളത്തിൽ 123 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലായിട്ട് 7520 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 2025-2026 അപ്രൂവ്ഡ് ലിസ്റ്റ് പ്രകാരമുള്ള സീറ്റുകളുടെയും കോളേജുകളുടെയും എണ്ണമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ വൺസ് ആഫ്റ്റർ +2 നിങ്ങൾ LBS ത്രൂ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ PNC മാക്കോ AMCS FNCK വഴിയോ അപ്ലൈ ചെയ്യുക. ഇതിലെങ്ങനെയാണ് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതെന്നോ അതുപോലെ തന്നെ എങ്ങനെയാണ് അലോട്ട്മെന്റ്സ് നടക്കുന്നതെന്നോ ഒക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. എന്താണ് LBS, എന്താണ് ഇൻഡെക്സ് സ്കോർ, എങ്ങനെയാണ് ഇൻഡെക്സ് സ്കോർ, എന്താണ് PNC മാക്കിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ നോക്കുക, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവും അതൊന്നും ചില കുട്ടികൾ കാണുന്നില്ല എന്നുള്ളത്. ഇപ്പം ഞാൻ ഓരോ ജില്ലകളിലും എത്ര സീറ്റുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, എത്ര കോളേജുകളുമാണെന്ന്. അപ്പോൾ ഇതൊക്കെ ഏത് കോളേജുകളാണ്, എവിടെയൊക്കെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഓരോ ജില്ലയിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ എക്സാം നോട്ടിഫിക്കേഷൻസും എപ്പോഴൊക്കെയാണ് ഇതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഫ്രീ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടും അങ്ങനെ ഒരു ഫ്രീ ഗൈഡൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലൊരു മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.